ഹൽദ്വാനിയിലെ ബൻഭൂൽപുരയിൽ നടന്ന സംഘർഷം പെട്ടെന്നുണ്ടായതല്ലെന്ന് വസ്തുതാന്വേഷണ റിപ്പോർട്ട്. കുറെ വർഷങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന വർഗീയതയുടെ അനന്തരഫലമാണ് സംഘർഷം. ഉത്തരാഖണ്ഡ് സർക്കാരും തീവ്ര വലതുപക്ഷ സംഘടനകളുടെയും പ്രഖ്യാപനങ്ങൾ ഇതിനാക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, അവിടെയുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, ഫെബ്രുവരി 14 അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സും അതുപോലെ തന്നെ കർവാനി മുഹമ്മദിന്റെ സംഘങ്ങൾ 6 സംഘം ഹൽദ്വാനിൽ എത്തുകയും അവിടെ വസ്തുതാ അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹൽദ്വാനിയിലെ ബൻഭൂൽപുരയിൽ ഉണ്ടായ ഒരു സംഘർഷം അത് പെട്ടെന്നുണ്ടായ സംഘർഷമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർഗീയതയുടെ വലിയ രീതിയിൽ തുടരുന്ന ഒരു വർഗീയതയാണ് ഈ സംസ്ഥാനത്ത് അടക്കം തുടരുന്നത്. ഇതിന്റെ അനന്തരഫലമായാണ് ബൻഭൂൽപുരയിൽ ഇത്തരമൊരു സംഘർഷം ഉണ്ടായതെന്നാണ്. ഇതുകൂടാതെ ഉത്തരാഖണ്ഡ് സർക്കാരും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ സംഘടനകളും ഈ വർഗീയതയുടെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ 6 പേർ മരണപ്പെട്ടിരുന്നു. ഈ സംഘർഷങ്ങളുമായി 6 പേർ മരണപ്പെട്ടത് പോലീസ് വെടിവയ്പ്പിലാണെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മദ്രസ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് 300ഓളം വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയും അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിക്കുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ യുവാക്കളെയും യുവതികളെയും അതുപോലെ തന്നെ കുട്ടികളെയും അജ്ഞാത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഇവരെ മർദ്ദിക്കുന്ന നിലപാടിലേക്ക് പോലീസ് പോയെന്നുള്ള ആരോപണവും ഈ റിപ്പോർട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഉത്തരാഖണ്ഡ് സർക്കാരിനെതിരെ വ്യാപക വിമർശനം തന്നെയാണ് റിപ്പോർട്ടിൽ ഉയരുന്നത്. പ്രധാനമായും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി അടക്കം ഈ മദ്രസകൾ പൊളിക്കുന്നത് അഭിമാനകരമായെന്നൊരു പ്രഖ്യാപനങ്ങൾ പല വേദികളിലടക്കം നടത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വിവിധ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളും പല കോണിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു. ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ഇത് നടത്തുന്നുള്ള ആരോപണങ്ങൾ പ്രധാനമായും അവിടെ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായത്. പ്രധാനമായും പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ വെടിവെയ്പ്പ് അല്ലെങ്കിൽ ഉടനടി വെടിവെക്കുവാനുള്ള ഉത്തരവാണ് പോലീസ് നൽകിയത്. ലാത്തിച്ചാർജ് അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് കടന്നില്ല എന്ന ആരോപണവും പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു സംഘർഷമല്ല എന്ന് തന്നെയാണ് വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ദിവ്യ, ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലുണ്ടായ സംഘർഷം പെട്ടെന്നുണ്ടായതല്ല, കാലങ്ങളായി നിലനിന്ന വർഗീയതയുടെ അനന്തരഫലമാണ് എന്നാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.